പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 25/4/2024 നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് മൊബൈലിൽ തന്നെ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്ലൈ ചെയ്യുവാനായി കേരള SSLC പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ കോപ്പിയും മതിയാകുന്നതാണ്. ഈ കാണുന്നതാണ് വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഈ കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അതിൽ പ്രസ് ചെയ്യുന്നു. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഓരോ ജില്ലയിലേക്കും ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. നിങ്ങൾ തൊട്ടടുത്ത ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ രണ്ടാമതൊരു ആപ്ലിക്കേഷൻ നൽകേണ്ടി വരുന്നതാണ്. ജില്ല സെലക്ട് ചെയ്ത് നൽകി സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട്. SSLC സ്കീം എന്നതിൽ നിന്ന് ഈ വർഷം SSLC പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ 2023-24 എന്നത് സെലക്ട് ചെയ്ത് നൽകുക. മുൻ വർഷങ്ങളിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീമുകളാണ് എങ്കിൽ അതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. പിന്നീട് അടുത്ത ബോക്സിൽ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറാണ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും അതുപോലെ തന്നെ റിസൾട്ട് കോപ്പിയിലും ഉണ്ടാകുന്നതാണ്. പിന്നെ മന്ത് ഓഫ് പാസ് എന്നതിൽ നിന്ന് പാസ്സായ മാസം മാർച്ച് എന്ന് കാണാം, അത് മതി. അതുപോലെ ഇയർ ഓഫ് പാസ് എന്നതിൽ 2024 എന്ന് കാണാം, അത് മതി. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ആദ്യം ദിവസം, പിന്നെ മന്ത്, അതിനുശേഷം വർഷവും. പിന്നീട് വരുന്ന ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടേത് തന്നെ യൂസ് ചെയ്യണം. പിന്നീട് വരുന്ന രണ്ട് ബോക്സുകളിൽ ഒരുപോലെ അത് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. കാരണം നിങ്ങളുടെ പാസ്വേഡ് മാറ്റുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടേതെങ്കിലും ബന്ധപ്പെട്ടവരുടെ മൊബൈൽ നമ്പർ മാത്രം യൂസ് ചെയ്യുക. പിന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്നതിൽ നിന്ന് സെൽഫ് എന്നത് സെലക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ടൈപ്പ് ദ കോഡ് ഷോൺ ഇൻ ദ ബോക്സ്. ഇവിടെ ഈ ഒരു ബോക്സിൽ നൽകിയിരിക്കുന്ന കോഡ് അതുപോലെ തന്നെ മുകളിലേക്ക് ടൈപ്പ് ചെയ്ത് നൽകി സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ സെൻഡ് OTP എന്നൊരു ഐക്കൺ കാണാം, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു OTP വന്നു. അത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് OTP എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന ഭാഗത്ത് നിങ്ങളൊരു പാസ്വേഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണത്. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനും മറ്റും അത് നിർബന്ധമാണ്. പാസ്വേഡിൽ മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ഇംഗ്ലീഷിലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഒരു നമ്പർ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകിയ ശേഷം അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് അപ്ഡേറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാവുന്നതാണ്. അതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി താഴെ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ യൂസർ നെയിം എന്ന സ്ഥാനത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും താഴെ പാസ്വേഡും നൽകി അപ്ലൈ ചെയ്ത ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. പേജിൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് കാണാം, അവിടെ പ്രസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷന് പ്രധാനപ്പെട്ട പേജ്. കേരള SSLC ഈ വർഷം പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കുറേ ഡീറ്റെയിൽസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും മുകളിലായി സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നതിൽ നിങ്ങൾ SSLC പഠിച്ച സ്കൂൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. നിങ്ങൾ മറ്റൊരു ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ അവിടെ കാണിക്കുന്നതല്ല. അങ്ങനെയുള്ളവർ ഏറ്റവും താഴെ നൽകിയിട്ടുള്ള അതേഴ്സ് എന്നതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നതിൽ നിന്ന് നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസുകളും കാണാവുന്നതാണ്.
ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നൽകുക, നിർബന്ധമുള്ള കാര്യമല്ല. പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ അതും നൽകേണ്ടതാണ്. പിന്നെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് എന്നതിൽ നിന്ന് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത്, അതുപോലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ആദ്യം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് നൽകണം. പിന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നതിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാകും. അവിടെ പിൻകോഡ് ഉണ്ടാകുന്നതല്ല, അതൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. തൊട്ട് താഴെയായി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. മുകളിൽ നൽകിയ അതേ അഡ്രസ്സ് തന്നെയാണ് എങ്കിൽ അത് സെയിം ആസ് പെർമനൻറ്റ് എന്നത് ടിക്ക് ചെയ്യുക. പിന്നെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന ഭാഗത്ത് നോ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ യെസ് എന്ന് കാണിക്കുന്നതാണ്. പിന്നെ ബോണസ് പോയിൻറ്റിന് എന്തെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതിവിടെ ടിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ്, അതിലേതാണോ നിങ്ങൾക്ക് അർഹതയുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കൂടാതെ മറ്റെന്തെങ്കിലും ക്ലബ്ബുകളിൽ നിങ്ങൾ അംഗമായിട്ടുണ്ടെങ്കിൽ അത്തരം ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. എല്ലാം ഓക്കെ ആണ് എങ്കിൽ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. എത്തുന്ന പേജിൽ നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽസുകൾ കാണിക്കുന്നതാണ്. ഈ വർഷം SSLC പാസ്സായ വിദ്യാർത്ഥികളുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഈ ഒരു പേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ കോഴ്സും നൽകേണ്ടത്, അതായത് ഓപ്ഷൻ നൽകേണ്ടത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായി നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളും കോഴ്സുമായിരിക്കണം. ബാക്കിയുള്ള ഓപ്ഷനുകളും അതേ ഓർഡറിൽ തന്നെ, അതായത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ തന്നെ നൽകേണ്ടതാണ്. സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്നുള്ളത് താഴെ കാണിക്കുന്നതാണ്. എന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്ത് സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ആദ്യ ഓപ്ഷൻ താഴെ കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്രയും ഓപ്ഷൻ നൽകാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ഐക്കൺ പ്രസ് ചെയ്യാവുന്നതാണ്. അത് ലിറ്റിൽ കൈറ്റ്സ് ബോണസ് പോയിൻറ്റിനായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ ഇഷ്യൂയിങ് അതോറിറ്റി, ഇതാണ്. ഈ കാര്യങ്ങളെല്ലാം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം നൽകിയ ശേഷം സബ്മിറ്റ് ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ ഡീറ്റെയിൽസുകളും ഇവിടെ കാണാവുന്നതാണ്. ഏറ്റവും താഴെ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF ഫയൽ കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്താലും മതി. ഈ വർഷത്തെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടും അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസും ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.